അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ആരും തിന്നരുതേ. നമുക്കല്ലാതൊരു മയോണൈസ് ഉണ്ടാക്കാവേ. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മയോണൈസ് ഇല്ലേ, പക്ഷേ ഞാൻ അങ്ങനെയല്ല പുഴുങ്ങിയെടുത്തത്. ഇഡ്ഡലിക്കുട്ടത്തിലല്ല പുഴുങ്ങിയെടുത്തത്, അല്ലാതെ പുഴുങ്ങിയെടുത്ത് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, പിന്നെ ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി മറ്റേ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്യാവേ. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി മയോണൈസ് റെഡിയായി. പിന്നെ നമുക്കിപ്പോൾ ഇന്ന് ചപ്പാത്തി ആയിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കിയതിൽ നിന്ന് ഏറ്റവും വലിയ 2-3 ചപ്പാത്തി നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ അരച്ചു വെച്ചിരിക്കുന്ന മയോയും കൂടെ എടുക്കാവേ. പിന്നെ നമ്മൾ വെജീസ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള ഇതെല്ലാം വേവിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ എടുത്ത് ഇതിനകത്ത് അരിഞ്ഞിട്ടെടുക്കാം. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല, കടിക്കുന്നത് ഇഷ്ടമല്ല. അതിങ്ങനെ വെന്തിരിക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ്, ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുത്തത്. അപ്പോൾ ഇതും ഈ മയോണൈസും കൂടെ വെച്ചിട്ട് ചപ്പാത്തി നല്ലപോലെ റോൾ ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റോള് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.